ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. വഖഫ് ഭേദഗതി ബിൽ 2025 നാളെ ലോക്സഭയിൽ ചർച്ചയ്ക്കെടുക്കും. രാഷ്ട്രീയത്തിനതീതമായി എല്ലാ എംപിമാരും ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് മന്ത്രി വീണ ജോർജ്. ആശമാരുടെ ഇൻസെന്റീവ് വർധന പരിഗണിക്കുമെന്ന് ഉറപ്പു ലഭിച്ചതായി മന്ത്രി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ കഴിഞ്ഞ മാസം എത്തിച്ചേർന്നത് 53 ചരക്ക് കപ്പലുകളെന്ന് മന്ത്രി വി എൻ വാസവൻ. MBA ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തുമെന്ന് കേരള സർവകലാശാല. പരീക്ഷ വീണ്ടും നടത്തുമെന്നും സർവകലാശാല. മേടമാസ വിഷു പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. ISL ഫുട്ബോൾ ആദ്യ സെമിയിൽ നാളെ ഗോവ ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. പാർലമെന്റിൽ വിവിധ വിഷയങ്ങളിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കോസ്റ്റൽ ഷിപ്പിംഗ് ബിൽ 2024 ലോക്സഭ ചർച്ച ചെയ്തു. ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എയർക്രാഫ്റ്റ് ഓബ്ജക്ട്സ് ബിൽ രാജ്യസഭ പാസാക്കി. അതേസമയം വഖഫ് ഭേദഗതി ബിൽ 2025 നാളെ ലോക്സഭയിൽ ചർച്ചയ്ക്കെടുക്കും. ബില്ലിനെക്കുറിച്ച് സഭയിൽ 8 മണിക്കൂർ ചർച്ച നടത്താൻ തീരുമാനിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. രാഷ്ട്രീയത്തിനതീതമായി എല്ലാ എംപിമാരും വഖഫ് ഭേദഗതി ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. വഖഫ് ഭേദഗതി ബിൽ നിലവിൽ വരുന്നതാണ് മുനമ്പം വിഷയം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്ത നിവാരണം, സാംസ്കാരിക മേഖല എന്നിവയിൽ സഹകരണത്തിനുള്ള കരാറുകൾ ഇന്ത്യയും ചിലിയും തമ്മിൽ കൈമാറി. അന്റാർട്ടിക്ക സഹകരണത്തിനായുള്ള ലെറ്റർ ഓഫ് ഇന്റന്റും ഇരുപക്ഷവും കൈമാറി. 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തി. വ്യാപാര വ്യവസായ പ്രതിനിധികൾ, സാങ്കേതിക വിദഗ്ധർ എന്നിവരുമായും ചിലി പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. ആശാപ്രവർത്തകരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉറപ്പു നൽകിയതായി മന്ത്രി വീണ ജോർജ്. ആശമാർക്ക് ലഭിക്കാനുള്ള കുടിശ്ശികയുടെ കാര്യം പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചതായും മന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആശമാരുടെ പൊതുവിഷയങ്ങൾ, പ്രശ്നങ്ങൾ അദ്ദേഹം വളരെ വിശദമായിട്ട് കേട്ടു. സ്റ്റേറ്റിന്റെ അഭ്യർത്ഥനകൾ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. അതോടൊപ്പം ഇൻസെന്റീവ്സ് വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് സംസാരിച്ചു. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിലാണ്, അത് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത്. സംസ്ഥാനം നടത്തുന്ന TB എലിമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. 4 വിഷയങ്ങളാണ് കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിച്ചതെന്നും ചർച്ച ക്രിയാത്മകമായിരുന്നുവെന്നും ശ്രീമതി വീണ ജോർജ് പറഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ മാർച്ച് മാസത്തിൽ എത്തിച്ചേർന്നത് 53 ചരക്ക് കപ്പലുകളെന്ന് മന്ത്രി വി എൻ വാസവൻ. 1,12,562 TEU ആണ് തുറമുഖത്ത് കൈകാര്യം ചെയ്തതെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ട്രയൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ തുറമുഖത്തിൽ അടുത്തു തുടങ്ങിയതു മുതൽ മാർച്ച് വരെ 240 കപ്പലുകളാണ് എത്തിച്ചേർന്നത്. 4,92,188 TEU ആണ് കൈകാര്യം ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. MBA ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട സംഭവത്തിൽ കേരള സർവകലാശാല അടിയന്തര അന്വേഷണം നടത്തും. വൈസ് ചാൻസലർ വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പരീക്ഷ വീണ്ടും നടത്തുമെന്നും സർവകലാശാല അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. MBA പരീക്ഷയുടെ ഉത്തരക്കടലാസ് നഷ്ടപ്പെടുത്തിയ അധ്യാപകനെ പരീക്ഷാ നടത്തിപ്പിൽ നിന്ന് പൂർണ്ണമായും ഡീബാർ ചെയ്യാനാണ് സർവകലാശാലയുടെ തീരുമാനം. ഈ തിങ്കളാഴ്ച പുനഃപരീക്ഷ നടത്തുമെന്ന് സിൻഡിക്കേറ്റ് ഉപസമിതി അറിയിച്ചു. തിങ്കളാഴ്ച വരാൻ കഴിയാത്തവർക്ക് ഈ മാസം 22-ന് പരീക്ഷ എഴുതാം. സർവകലാശാലയ്ക്കും അധ്യാപകനും വീഴ്ച പറ്റിയെന്ന് സർവകലാശാല VC പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. അതേസമയം വിഷയത്തിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ABVPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമം തടയുന്നത് ലക്ഷ്യമിട്ടുള്ള പോഷ് നിയമത്തെക്കുറിച്ച് അവബോധം ശക്തമാക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് മറ്റന്നാൾ നിർവഹിക്കും. തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ആദ്യഘട്ടമായി സിനിമാ മേഖലയിൽ നിന്നുള്ള 60 പേർക്ക് പരിശീലനം നൽകും. ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 90 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. 105 പേരെ അറസ്റ്റ് ചെയ്തു. 2384 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. മാരക മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വൈദ്യുതി പോസ്റ്റുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന പരസ്യ ബോർഡുകൾ, പോസ്റ്ററുകൾ എന്നിവ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് KSEB. ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഈ മാസം 15-ന് മുമ്പായി ബോർഡുകൾ സ്ഥാപിച്ചവർ തന്നെ നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം പിഴ ഈടാക്കണമെന്നും KSEB അറിയിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ബോയ്സ് ഹോസ്റ്റലിൽ നിന്നും 20 ഗ്രാം ലഹരി വസ്തു പിടികൂടി. ആളില്ലാത്ത മുറിയിൽ നിന്നാണ് എക്സൈസ് സംഘം ലഹരി വസ്തു കണ്ടെത്തിയത്. ഹോസ്റ്റലിലെ 20ഓളം മുറികളിലാണ് പരിശോധന നടത്തിയത്. പൈങ്കുനി ഉത്രം മഹോത്സവം മേടമാസ വിഷുപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. 18 ദിവസം തുടർച്ചയായി ദർശനം നടത്താം. നാളെ രാവിലെ സന്നിധാനത്ത് കൊടിയേറ്റ് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ശബരിമലയിൽ 10 നാൾ നീണ്ട പൈങ്കുനി ഉത്രം മഹോത്സവം മേടമാസ വിഷുപൂജകൾക്കായി വൈകിട്ട് 4-ന് തന്ത്രി കണ്ഠര് രാജീവര്, കണ്ഠര് ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിച്ചു. തുടർന്ന് 18ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകർന്നതോടെ ഇരുമുടിക്കെട്ടേന്തിയ തീർത്ഥാടകർക്ക് 18ാം പടി കയറാൻ അനുമതി ലഭിച്ചു. മഴയിൽ കുതിർന്ന സന്നിധാനം ഉത്സവത്തോടനുബന്ധിച്ച് പൂക്കളാൽ അലങ്കൃതമാക്കിയിട്ടുണ്ട്. നാളെ രാവിലെ 9:45-നും 10:45-നും മധ്യേ ഉത്സവ കൊടിയേറ്റ് ചടങ്ങ് നടക്കും. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് നാളെ കൊടിയേറും. രാവിലെ 8:45-ന് കൊടിയേറ്റിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. ഈ മാസം 10-ന് രാത്രി പള്ളിവേട്ടയും 11-ന് ആറാട്ടും നടക്കും. ചിത്ര പൌർണമി ദിവസമായ 12-ന് ആറാട്ട് കലശത്തോടെ ഉത്സവം സമാപിക്കും. തിരുവനന്തപുരം നഗരത്തിലെ പല പ്രദേശങ്ങളിലും നാളെ രാവിലെ 8 മുതൽ വെള്ളിയാഴ്ച രാവിലെ 8 വരെ കുടിവെള്ള വിതരണം മുടങ്ങും. അറ്റകുറ്റപ്പണികൾക്കായി അരുവിക്കരയിലെ 74 MLD ജലശുദ്ധീകരണശാലയുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നതിനാണ് ഇത്. നഗരത്തിലെ 35ഓളം വാർഡുകളിലും പള്ളിച്ചൽ, കല്ലിയൂർ പഞ്ചായത്തുകളിലും പൂർണ്ണമായും ചിലയിടങ്ങളിൽ ഭാഗികമായും കുടിവെള്ള വിതരണം തടസ്സപ്പെടുമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. നാളെ ഗോവ ബംഗളൂരുവിനെയും മറ്റന്നാൾ മോഹൻ ബഗാൻ ജംഷഡ്പൂരിനെയും നേരിടും. ഈ മാസം 12-നാണ് ഫൈനൽ. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. ലക്നൌവിലെ ഏക്കാന സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. സംസ്ഥാനത്ത് ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ വരും മണിക്കൂറിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യത. എറണാകുളം, പാലക്കാട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1390 പോയിന്റ് താഴ്ന്ന് 76,024-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 353 പോയിന്റ് താഴ്ന്ന് 23,165-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. പവന് 680 രൂപ ഉയർന്ന് 68,080 രൂപയും ഗ്രാമിന് 85 രൂപ ഉയർന്ന് 8,510 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ വ്യവസായ ആവാസ വ്യവസ്ഥയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ആരംഭിച്ച സംരംഭക വർഷം പദ്ധതി സംസ്ഥാനത്തിന്റെ സംരംഭക സാധ്യതകൾ തുറന്നുകാട്ടിയതായി മന്ത്രി P. രാജീവ്. പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഏകദേശം 3.5 ലക്ഷം പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് വളയത്ത് നിന്നും വെള്ളിയാഴ്ച മുതൽ കാണാതായ വളയം ചെറുമോത്ത് സ്വദേശിനിയെയും കുഞ്ഞുങ്ങളെയും കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഡൽഹിയിലും ഇവർക്കായി തെരച്ചിൽ നടത്തുന്നുണ്ട്. തിരുവനന്തപുരം വലിയമലയിൽ ISRO ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ സമീപ പ്രദേശത്തുള്ള ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്ന് മന്ത്രി GR അനിൽ. ഇടമല ഭാഗത്തായി 25 വീടുകൾ ഉൾപ്പെടുന്ന 3 ഏക്കർ സ്ഥലം വിട്ടുനൽകാൻ ഉടമസ്ഥർ തയ്യാറായ സാഹചര്യത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 3 മാസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള കേന്ദ്ര അനുമതി ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കണമെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് നാളെ മധുരയിൽ തുടക്കം. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പാർട്ടി കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യും. 80 നിരീക്ഷകരടക്കം 811 പ്രതിനിധികൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കും. ഈ മാസം 6-ന് സമ്മേളനം സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വഖഫ് ഭേദഗതി ബിൽ 2025 നാളെ ലോക്സഭയിൽ ചർച്ചയ്ക്കെടുക്കും. രാഷ്ട്രീയത്തിനതീതമായി എല്ലാ MPമാരും ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ.
ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് മന്ത്രി വീണ ജോർജ്. ആശമാരുടെ ഇൻസെന്റീവ് വർധന പരിഗണിക്കുമെന്ന് ഉറപ്പു ലഭിച്ചതായി മന്ത്രി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ കഴിഞ്ഞ മാസം എത്തിച്ചേർന്നത് 53 ചരക്ക് കപ്പലുകളെന്ന് മന്ത്രി വി എൻ വാസവൻ. MBA ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തുമെന്ന് കേരള സർവകലാശാല. പരീക്ഷ വീണ്ടും നടത്തുമെന്നും സർവകലാശാല. മേടമാസ വിഷു പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. ISL ഫുട്ബോൾ ആദ്യ സെമിയിൽ നാളെ ഗോവ ബംഗളൂരു പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.